CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ. 4 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന് സാധ്യത. തീരദേശ നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള മണ്ണെടുപ്പ് മൂലം ദുരിതത്തിലായി ചേലൂർ നിവാസികൾ. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വലിയ തോതിൽ ചെളിയും മണ്ണും ഒഴുകി റോഡിലേക്കും വീട്ടുമുറ്റങ്ങളിലേക്കും എത്തിയതോടെയാണ് മേഖലയിലുള്ളവർ ദുരിതത്തിലായത്. ഗുരുവായൂർ താമരയൂരിൽ EMS നഗറിൽ CPM പ്രവർത്തകൻ മാണിക്കത്ത് സനീഷിനെ ക്രൂരമായും ആക്രമിച്ച 6 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പോർക്കുളം കമ്പിപ്പാലത്തെ ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ വെള്ളം കയറി. തിങ്കളാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ വെള്ളം ആശുപത്രിക്കുള്ളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. കനത്ത മഴയിൽ പെരുമ്പിലാവ് കോടതിപ്പടി കപ്പൂരയിൽ പ്രസന്നയുടെ വീടിനോട് ചേർന്നുള്ള അടുക്കള കിണർ മണ്ണിടിഞ്ഞു വീണ് ഉപയോഗശൂന്യമായ നിലയിൽ. തിങ്കളാഴ്ച രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. പോർക്കുളം വട്ടേക്കാട്ടയിൽ രാജന്റെ വീടിന് പുറകിലെ കിണറാണ് പൂർണ്ണമായും താഴ്ന്നത്. ശക്തമായ മഴയെ തുടർന്ന് അക്കിക്കാവ് ആനക്കല്ല് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ പ്രദേശവാസികൾ ദുരിതത്തിൽ. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ 2 അപകടം. പന്നിത്തടം അക്കിക്കാവ് റോഡിൽ ബദർപള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് റോഡിലേക്ക് മറിഞ്ഞു. കേച്ചേരിയിൽ നിന്നും അക്കിക്കാവിലേക്ക് പോയിരുന്ന പിക്കപ്പ് വാൻ കുമ്പുഴ പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട് മറിഞ്ഞു. CCTVയുടെ നേതൃത്വത്തിൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. 3 പതിറ്റാണ്ട് പിന്നിടുന്ന CCTVയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുടെ സംഗമമാണ് നടത്തിയത്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ കുന്നംകുളം നഗരസഭാ തല ഉദ്ഘാടനം ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ നിർവഹിച്ചു. ചാവക്കാട് പരപ്പിൽത്താഴത്ത് അയൽവാസിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ തകർക്കാൻ ശ്രമം. മതതീവ്രവാദികൾ ചെങ്കുടിയെ തകർക്കാൻ ശ്രമിക്കുന്നതിലൂടെ മാനവികതയുടെ മസ്തകത്തെയും മനുഷ്യത്വത്തിന്റെ തുരുത്തുമാണ് അവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ് ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് മരത്തങ്കോട് മേഖലാ കൺവെൻഷൻ സംസ്ഥാന സമിതി അംഗം EP കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി മന്നലാങ്കുന്ന് എടയൂർ മുനീറുൽ ഇസ്ലാം മദ്രസയിൽ ലഹരിവിരുദ്ധ അസംബ്ലി നടത്തി. ചാവക്കാട് മുനിസിപ്പൽ ഗ്രൗണ്ടിൽ KP വത്സലൻ സ്മാരക സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച 18ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ സിൻസിയർ തൃശൂർ ജേതാക്കളായി. കേരള കർഷക സംഘം കോട്ടപ്പടി മേഖല മണിഗ്രാമം യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. മറ്റം സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പാലിയേറ്റീവ് ഹോം കെയർ ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനവും പാലിയേറ്റീവ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ബുധനാഴ്ച വൈകിട്ട് 5-ന് മറ്റം കരിസ്മ പാലസിൽ നടക്കും. എരനെല്ലൂർ ഗ്രൗണ്ട് ബോയ്സ് ക്ലബിന്റെ 11ാം വാർഷികം ആഘോഷിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ സസ്ഫിയ ആദർശ സമ്മേളനം നടത്തി. SDPI 16ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിയർ കൗൺസിലിംഗ് ആൻഡ് പാരന്റിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.